എറണാകുളം മഹാരാജാസ് കോളേജിൽ വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം ആരംഭിച്ചു. വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് അടച്ചിട്ട കോളേജ് തുറക്കുന്നതിന് മുന്നോടിയായാണ് യോഗം. വിദ്യാർത്ഥി സംഘടനകളുടെ ജില്ലാ നേതാക്കന്മാരും PTA അംഗങ്ങളും പോലീസുമാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, ആരൊക്കെയാണ് ഇന്നത്തെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്? കോളേജ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തീരുമാനം ഈ യോഗത്തിന് ശേഷം ഉണ്ടാകുമെന്ന് കരുതാമോ? അമൃത, കോളേജ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം കോളേജ് മാനേജ്മെന്റ് വിളിച്ചിരിക്കുന്നത്. യോഗം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് യോഗം ആരംഭിച്ചത്. പ്രധാനമായും ACPയുടെ നേതൃത്വത്തിൽ ACP ജയകുമാറിന്റെ നേതൃത്വത്തിലാണ് ഈ യോഗം നടക്കുന്നത്. പോലീസും PTA ഭാരവാഹികളും രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകളുടെ നേതാവും പ്രധാനമായും 4 വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികളാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. SFI, KSU, ഫ്രട്ടേണിറ്റി, MSF എന്നീ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികളാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. യോഗത്തിന് ശേഷം ഈ കോളേജും ഹോസ്റ്റലും തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാൻ കഴിഞ്ഞ ദിവസം ഒരു PTA യോഗം നടന്നിരുന്നു. PTA യോഗത്തിൽ ഇന്ന് ഈ കോളേജ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് വിദ്യാർത്ഥി സംഘടനകളുടെ മീറ്റിംഗ് വിളിക്കാൻ ഇന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. ഒപ്പം തന്നെ മന്ത്രി R. ബിന്ദു അല്പസമയം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഈ വിഷയം സർക്കാർ വളരെ ഗൗരവമായാണ് കാണുന്നതെന്നും മന്ത്രി നേരിട്ട് ഇടപെടുമെന്നും സർവകക്ഷി യോഗത്തിന് ശേഷം മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മീറ്റിംഗ് വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതായത് സർക്കാരും ഈ മഹാരാജാസിലെ വിഷയങ്ങളെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രി നേരിട്ട് ഇടപെടുന്ന ഒരു മീറ്റിംഗ് ഉടൻ തന്നെ വിളിച്ചു കൂട്ടും. ഏതായാലും ഇന്നത്തെ വിദ്യാർത്ഥി സംഘടനയുടെ മീറ്റിംഗിന് ശേഷമായിരിക്കും കോളേജ് തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുക. കളക്ടർ ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും ചില കാര്യങ്ങളല്ല അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. ഒരു പക്ഷേ നാളെ വീണ്ടും സർവകക്ഷി യോഗം വിളിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ആ മീറ്റിംഗിൽ കളക്ടറും പങ്കെടുക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഈ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലുള്ള യോഗം അവസാനിക്കും. അതിനുശേഷമാവും കോളേജ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കുക. അമൃത, ശരി. മഹാരാജാസ് കോളേജിൽ വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി കോളേജ് അടച്ചിട്ടിരിക്കുകയാണ്. കോളേജ് തുറക്കുന്ന കാര്യത്തിൽ ഇന്നൊരു തീരുമാനമുണ്ടാകും എന്നാണ് നിതിൻ സേവ്യർ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.